ഹലോ ഡിയേഴ്സ്, നമ്മൾ എടുക്കാൻ പോകുന്ന 7th സ്റ്റാൻഡേർഡിലെ മാത്സിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അത് എന്താണ് മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ന്യൂ ടെക്സ്റ്റ് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ. നോക്കാം, നമുക്ക് ആക്ടിവിറ്റി 1 എന്താന്ന് നോക്കാം. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ആണ്. സിംപ്ലിഫൈ ദ ഫോളോയിങ് റേഷ്യോസ്. എന്താണ് ഈ തന്നിരിക്കുന്ന റേഷ്യോസ് സിംപ്ലിഫൈ ചെറിയതാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 18:24 ആണ് അല്ലേ. 18:24 നമ്മൾ സ്മോളസ്റ്റ് ഫോമിലേക്ക് ആക്കാൻ എന്താണ് ചെയ്യേണ്ടത്? രണ്ടിൽ നമ്മൾ എന്താണ് സെയിം നമ്പറിനോട് ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ 18ലും 24ലും പോകുന്നത് ഏതാണ്? 6 പോകില്ലേ. 6 എത്ര പ്രാവശ്യം പോകും 18ൽ? 3 പ്രാവശ്യം. 3 6 are 18. 24ലെ 4 അല്ലേ. അപ്പോൾ 3:4 ആണ് കേട്ടോ അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ എത്ര? 3:4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയാൽ 45:75 ആണല്ലേ. 45ന് 75ന് എന്താണ് അതിൻ്റെ സ്മോളസ്റ്റ് ഫോമിലേക്ക് ആക്കുക അല്ലേ. അപ്പോൾ 45ലും 75ലും പോകുന്ന ഏതാണ്? 45/75 ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 3/5 കിട്ടും. അപ്പോൾ എന്താണ് 3:5 എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 45ലും 75ലും സെയിം നമ്പർ 5 ഡിവൈഡ് ചെയ്ത് നോക്കുക അല്ലേ. അപ്പോൾ 45 ഡിവൈഡ് ചെയ്ത് എന്താ കിട്ടും? 5. യെസ്, എന്താണ് 9 കിട്ടും. 75ൽ 5 ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? 75ൽ 5 ഡിവൈഡ് ചെയ്യുമ്പോൾ 15 കിട്ടും അല്ലേ. അപ്പോൾ അവിടെ 9:15. പിന്നെ ഇതിൽ പോകുന്നത് എന്താണ്? 9ലും 15ലും പോകുന്നത് 3 പോകും അല്ലേ. അപ്പോൾ 3:5 എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ വന്നിരിക്കുന്നത് 3:5 കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് ആപ്പിൾസ് ടു ഓറഞ്ചസ് ഇൻ എ ബാസ്ക്കറ്റ് 3:5. അപ്പോൾ ആപ്പിളിൻ്റെ 3യും ഓറഞ്ചിൻ്റെ 5ഉം ആണ് കേട്ടോ റേഷ്യോ എന്ന് പറയുന്നത്. There are 50 apples ഉണ്ടെങ്കിൽ how many oranges are there? അവിടെ 15 ആപ്പിളാണ് ഉള്ളതെങ്കിൽ എത്ര ഓറഞ്ച് ഉണ്ട്? നമുക്ക് 2 സെപ്പറേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആപ്പിളിൻ്റെത് ഇവിടെ എന്താണ് റേഷ്യോസിൽ പറഞ്ഞിരിക്കുന്നത്? 3 ആണ് അല്ലേ. അപ്പോൾ 3നോട് 15 ഡിവൈഡ് ചെയ്യുക. ഒന്നെങ്കിൽ 15 ഡിവൈഡഡ് ബൈ 3 ചെയ്യുക, അല്ലെങ്കിൽ 3നോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് 15 കിട്ടുക നോക്കുക. 2 സെയിം തന്നെ അല്ലേ. എന്താണ് 5 ആണ് അല്ലേ. 15നെ 3നോട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. അതുപോലെ 3നോട് 5 മൾട്ടിപ്ലൈ ചെയ്താൽ 15 കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ 5. അപ്പോൾ സെയിം നമ്പറിനെ കൊണ്ട് എന്താ ഈ ഇപ്പുറത്തുള്ള ഈ ഓറഞ്ചിൻ്റെ 5 റേഷ്യോ 5 ഇല്ലേ, അതിന് ഇൻറ്റു ചെയ്യുക അല്ലേ. അപ്പോൾ 5 × 5 25 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, അതവിടെ കണ്ടോ 25 കിട്ടിയിരിക്കുന്നത്. ഇവിടെ ആപ്പിൾ 15 ആണ്, ഓറഞ്ച് അപ്പോൾ 15 × 5/3 അങ്ങനെ ചെയ്താലും മതി കേട്ടോ. നെക്സ്റ്റ് നോക്കൂ. മറ്റേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ലെന്ന് വെച്ചിട്ട് ടീച്ചർ ഈ മെത്തേഡിൽ പറഞ്ഞു തന്നു കേട്ടോ. ഇവിടെ ചെയ്യുന്ന എന്താണ്? ആപ്പിളിൻ്റെയും ഓറഞ്ചിൻ്റെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഇതായിക്കോട്ടെ, അത് 2 സെപ്പറേറ്റ് ആണ് റേഷ്യോ അല്ലേ. ഒന്ന് മറ്റേത് അല്ലേ. അപ്പോൾ 3:5 ആണ്. ആദ്യത്തേതിൻ്റെ 3യും ഓറഞ്ചാണ്, രണ്ടാമത്തെ അതിൻ്റെ 5ഉം ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആപ്പിളിൻ്റെത് 15 ആണ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ഓറഞ്ച് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? 3നോട് എന്ത് മൾട്ടിപ്പിൾ ചെയ്താൽ, എന്ത് ഇൻറ്റു ചെയ്താൽ, എന്ത് ഗുണിച്ചാലാണ് 15 കിട്ടുക നോക്കുക. അപ്പോൾ 3നോട് 5 ഇൻറ്റു ചെയ്താലാണ് എന്ത് 15 കിട്ടുക. 3 5 15 അല്ലേ. അപ്പോൾ എന്താക്കുക? കിട്ടിയ 5നോടല്ലേ ഇവിടെ വിളിക്കുന്നത്. അപ്പോൾ അതേ നമ്പറിനോടല്ലേ ഇപ്പുറത്തുള്ള ഈ റേഷ്യോ ഓറഞ്ചിൻ്റെ ഈ റേഷ്യോ ഉള്ള 5നോട് മൾട്ടിപ്പിൾ ചെയ്യുക, ഗുണിക്കുക. അപ്പോൾ 5 × 5 25 അങ്ങനെയാണ് കിട്ടുക കേട്ടോ. നെക്സ്റ്റ് എന്താ? ആൾജിബ്രയാണ് കേട്ടോ. റൈറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ആൾജിബ്രിക് ഫോം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ആൾജിബ്രിക് ഫോമിലേക്ക് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 7 ആൻഡ് ദെൻ 9 ഈസ് ആഡഡ് ടു ദ റിസൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്പർ? ഒരു നമ്പർ എന്താക്കുക? നമ്പറിനെ നമ്മൾ x ആക്കി എടുക്കുക. അതിനെന്താണ് 7നോട് ഡിവൈഡ് ചെയ്തു അല്ലേ. x/7 എന്നൊക്കെ. ആൻഡ് ദെൻ 9 ആഡഡ് ടു ദ റിസൾട്ട്. കിട്ടിയ ഉത്തരത്തിനോട് എന്താക്കുക? 9 ആഡ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്പറിനോട് 7 ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ x/7. പിന്നെ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? 9നോട് ആഡ് ചെയ്യാൻ പറഞ്ഞില്ല. അപ്പോൾ x/7 + 9. ഓക്കെ, അതാണ് കിട്ടുക കേട്ടോ. ദെൻ അടുത്ത് നോക്കിയേ. 3 times a number is decreased by 8. 3 times a number എന്താണ്? 3 പ്രാവശ്യമാണ് അല്ലേ നമ്പറിന് എന്താക്കുകയാണ്? 3 times a number. 3 times a number എന്ന് പറഞ്ഞാൽ നമ്പറിനെ x ആക്കി എടുത്താൽ 3 times a number എന്ന് പറഞ്ഞാൽ എന്താ? 3x. ഓക്കെ, ഈസ് ഡിക്രീസ്ഡ്. ഡിക്രീസ് പറഞ്ഞാൽ മൈനസ് എന്താണ് by 8 അല്ലേ. അപ്പോൾ എന്താണ് 3x - 8 ആയിരിക്കും കേട്ടോ. ഈ ഡിക്രീസ്ഡ്, റെഡ്യൂസ്ഡ് ഒക്കെ പറഞ്ഞാൽ എന്താണ്? മൈനസ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, 3x - 8. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. സോൾവ് ഫോർ x ആണ്. 2x + 5 = 15. അപ്പോൾ ഇതിന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 2x അല്ലേ. അപ്പം എന്താണ്? ഈ എക്സിനെ ഇവിടെ നിർത്തണം അല്ലേ. ബാക്കിയുള്ള നമ്പറിനൊക്കെ ഈക്വലിന് അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ 2x = 15 - +5 അപ്പുറത്ത് പോകുമ്പോൾ -5 അല്ലേ. അപ്പോൾ 15 - 5 എന്ന് പറഞ്ഞാൽ 10 അല്ലേ. അപ്പോൾ 2x = 10, x ഈ ഇൻറ്റു 2നെ ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ എന്തായി? ഡിവൈഡഡ് ബൈ ആയി അല്ലേ. അപ്പോൾ x = 10/2
2 എന്താണ് 10 ഡിവൈഡഡ് ബൈ 2 5 അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? എന്ത് കിട്ടി? യെസ് 5 കിട്ടി അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 3x - 4 = 11 ആണ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ എക്സിനെ ഇവിടെ നിർത്തി ബാക്കി എല്ലാ നമ്പേഴ്സിനും ഈക്വൽറ്റിന് അപ്പുറത്ത് കൊണ്ടുപോകണം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ 3x = 11 -4 ഈക്വൽറ്റിന് അപ്പുറത്ത് പോകുമ്പോൾ എന്തായി? +4 അല്ലേ. അപ്പോൾ 11 + 4 എന്ന് പറഞ്ഞാൽ 15. അപ്പോൾ 3x = 15, x = 15. ഈ ഇൻറ്റു 3 ഈക്വൽറ്റിന് അപ്പുറത്ത് പോകുമ്പോൾ എന്തായി? ഡിവൈഡഡ് ആയി അല്ലേ. അപ്പോൾ 15 ഡിവൈഡഡ് ബൈ 3 ആയി അല്ലേ. അപ്പോൾ 15 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 5 അല്ലേ. അപ്പോൾ x = എന്താ? അവിടെയും 5 എന്ന് കിട്ടി അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ജോമെട്രി. കാൽക്കുലേറ്റ് ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾസ് ഗിവൺ ബിലോ. എന്താണ് ഈ റെക്ടാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട് അല്ലേ. ലെങ്ത്ത് എത്രയാണ്? 12 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഇക്വേഷൻ അല്ലേ. അപ്പോൾ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പറയുമ്പോൾ 12 × 5 അല്ലേ. 12 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 സെൻറ്റിമീറ്റർ സ്ക്വയർ. നമ്മൾ ഏരിയൻ്റെ പവർ എപ്പോഴും എന്തായിരിക്കണം? ഏരിയൻ്റെ ഇത് എന്താണ്? യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്, സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതണം. ഇനി മീറ്റർ ആണ് തന്നിരിക്കുന്നത്, മീറ്റർ സ്ക്വയർ എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ ലെങ്ത്ത് 8 തന്നിട്ട് ബ്രെഡ്ത്ത് 4. ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് പറയുമ്പോൾ ഏരിയ ഓഫ് റെക്ടാങ്കിൾ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് അല്ലേ. അപ്പോൾ = ലെങ്ത്ത് 8 ആണ്, ബ്രെഡ്ത്ത് 4. 8 × 4 24 അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? 24 സെൻറ്റിമീറ്റേഴ്സ്. 8 × 4 32 അല്ലേ. 3 × 8 അല്ലേ. 8 × 4 32 ആണ്. അപ്പോൾ 32 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ. അങ്ങനെ അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ രണ്ടാമത്തെ എന്ത്? 32 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി കേട്ടോ. ഓക്കെ, ദെൻ ട്രയാങ്കിൾ ഹാസ് ബേസ് 10 സെൻറ്റിമീറ്ററും ഹൈറ്റ് 6 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണ് ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. ഇതിൻ്റെ ഏരിയ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? 10 സെൻറ്റിമീറ്റർ ആണ് ബേസ്, ഹൈറ്റ് 6 സെൻറ്റിമീറ്റർ ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് 10 ആണ്, 10 ഇൻറ്റു ഹൈറ്റ് 6 ആണ്, 10 × 6 അല്ലേ. അപ്പോൾ 10 × 6 എന്ന് പറഞ്ഞാൽ എത്ര? 60 ഹാഫ് ഇൻറ്റു 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 ഡിവൈഡഡ് ബൈ 2 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 30 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഏരിയകൾ എന്താണ്? അതിൻ്റെ യൂണിറ്റ് എഴുതുമ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതണം കേട്ടോ. ഏരിയ ആണെങ്കിൽ ഈ ട്രയാങ്കിൾ ആണെങ്കിലും സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്, സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതുക. മീറ്റർ ആണ് തന്നിരിക്കുന്നത്, മീറ്റർ സ്ക്വയർ എന്ന് എഴുതുക കേട്ടോ. ഇനി പവേഴ്സ് ആൻഡ് എക്സ്പോണൻസ് ആണ് കേട്ടോ. എക്സ്പ്രസ് ദ ഫോളോയിങ് ആസ് പവേഴ്സ് ഓഫ് നമ്പേഴ്സ്. തന്നിരിക്കുന്നത് എന്താണ്? പവേഴ്സ് ഓഫ് നമ്പേഴ്സ് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ നമ്പർ 5 × 5 × 5 × 5 അല്ലേ. അപ്പം എന്താണ്? ഇവിടെ 1 2 3 4 എന്താ ഇവിടെ ഉള്ളത്? ആ നമ്പർ നമ്മൾ ആദ്യം എടുത്ത് എഴുതുക. ഇവിടെ ഉള്ള നമ്പർ ഏതാ? 5 അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താക്കി? 5 എന്ന് എഴുതി. ഇനി എണ്ണം നോക്കുക. 5 എത്ര ഉണ്ട്? 1 2 3 4 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ പവറായിട്ട് 4 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ 5⁴ എന്നാക്കി കേട്ടോ. 5⁴. ഇവിടെ കുത്തൊന്നുമില്ല കേട്ടോ, അത് ഇതായിപ്പോയതാ. അത് ടീച്ചർ നേരത്തെ ഇതാക്കിയതായിപ്പോയതാ കേട്ടോ, സോറി. 5⁴. ഓക്കെ, ഇനി ഇത് 7 × 7 നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ആദ്യം ഇവിടെ ഉള്ള നമ്പർ ഏതാണ്? 7. ആ 7 ആദ്യം എഴുതുക. ഇനി 7 എത്ര ഉണ്ടെന്നുണ്ട്? 1 2 2 അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കുക? അതിനെ പവർ 2 എന്നാക്കി എഴുതുക കേട്ടോ. പവർ ഓക്കെ 7² എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സിംപ്ലിഫൈ ദ ഫോളോയിങ്. 4³ ഡിവൈഡഡ് ബൈ 4² ആണ്. അപ്പോൾ 4³ ഡിവൈഡഡ് ബൈ 4² എന്ന് പറയുമ്പോൾ എന്താണ്? നോക്കൂ, 4² എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? നമ്മൾ നോക്ക് 4³ അല്ലേ. ഇവിടെ ഡിവൈഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ചെയ്യേണ്ടത് എന്താണ്? 4³ ഡിവൈഡഡ് ബൈ 4² അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ ഒന്ന് മാറ്റി എഴുതുക. ഓക്കെ, ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്? ഈ 2 4 അല്ലേ. അപ്പോൾ നമ്മൾ 4 എന്ന് എഴുതുക. ഇനി എന്താണ്? ഡിവൈഡ് ആണെങ്കിൽ എന്താണ്? 2 പവറും തമ്മിൽ മൈനസ് ചെയ്യുക. ഇവിടുത്തെ പവർ മുകളിലത്തെ പവർ മൈനസ് അടിയത്തെ പവർ അല്ലേ. മുകളിലത്തെ പവർ എന്താ? 3 അല്ലേ. അപ്പോൾ 3 - 2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടും? 3 - 2 എന്ന് പറഞ്ഞാൽ എത്ര? 1 ആണല്ലേ. അപ്പോൾ 4⁴ ആണ് കിട്ടുക. അപ്പോൾ 4⁴ എന്ന് പറഞ്ഞാൽ എന്താണ്? 4. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ആണെങ്കിൽ എന്താണ്? ഡിവൈഡ് ആണെങ്കിൽ ആ പവറുകൾ തമ്മിൽ മൈനസ് ചെയ്യാണ് വേണ്ടത്. ഇനി ഇവിടെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. അത് രണ്ടും എന്താണ്? മൾട്ടിപ്പിൾ അല്ലേ. ഇത് 2 ആണ്, ഇത് 2 ആണ്, സെയിം തന്നെ അല്ലേ. അപ്പോൾ മൾട്ടിപ്പിൾ ആണ് വരുന്നതെങ്കിൽ എന്താക്കുക? ആ നമ്പറിനെ ആദ്യം എഴുതുക. ഏത് നമ്പറാണ് അതിനെ ആദ്യം എഴുതുക, 2 എന്ന് എഴുതുക. ഇനി അതിൻ്റെ പവറുകൾ തമ്മിൽ കൂട്ടുകയാണ് വേണ്ടത്. മറ്റേതെന്ന് 5 ആണ്, പിന്നെ മറ്റേതിൻ്റെ പവർ എത്ര? 3 ആണല്ലേ. അപ്പോൾ 5 + 3 8 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 2⁵5 + 3 എന്ന് പറഞ്ഞപ്പോൾ എന്താ? 2⁵8
8. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇവിടെ ഡിവൈഡ് ആണെങ്കിൽ പവറുകൾ തമ്മിൽ മൈനസ് ചെയ്യുക, ഇവിടെ ഇൻറ്റു ആണെങ്കിൽ എന്താണ് ആ പവറുകൾ തമ്മിൽ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, 2⁸ എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, നോക്കൂ കണ്ടല്ലേ, 2⁸. ദെൻ 2⁸ 256 എന്ന് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, പവറാക്കിയെങ്കിൽ എഴുതിയാൽ മതി. ഓക്കെ, ആണെങ്കിൽ 2⁸ നമുക്ക് 2 × 2 × 2 × 8 റഷ് ചെയ്ത് എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസറും കണ്ടുപിടിക്കാം കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഫാക്ടേഴ്സ് ആണ് കേട്ടോ. ഫൈൻഡ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 84ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 84ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ നമുക്കറിയാം. പ്രൈം ഫാക്ടറൈസേഷൻ എങ്ങനെ ചെയ്യാം, അതാ 84 എഴുതിയിട്ട് ഈ മെത്തേഡില്ലേ, ഈ മെത്തേഡിൽ നിങ്ങൾ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 84ൻ്റെ നമുക്ക് കിട്ടുന്നത് ഇതാ 2² × 3 × 7 ആണ്. അതുപോലെ 90ൻ്റെ എന്ത് കിട്ടും, അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ 2 × 3² × 5 കിട്ടും. ഓക്കെ, ഇനി അതിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ദ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് LCM ഓഫ് 18 and 24, 12ൻ്റെയും 15ൻ്റെയും. അപ്പോൾ എന്താണ് LCM ആണെങ്കിലും HCF ആണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ആദ്യം ഇതേ മെത്തേഡിൽ ഇതിൽ ഈ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡില്ല, അതിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് 18ൻ്റെയും 24ൻ്റെയും വാല്യൂ കിട്ടും അല്ലേ. എന്നിട്ട് എന്താക്കുക, അതിൽ എല്ലാം ഉണ്ടാക്കിയിട്ട് ഇൻറ്റു ചെയ്യാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, ദെൻ ഇത് 12ഉം 15ഉം അങ്ങനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, ആ പ്രൈമറി ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ 16 കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ, നിങ്ങളുടെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചതാണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് റേഷ്യോ ആണ് കേട്ടോ. ദ റേഷ്യോ ഓഫ് ബോയ്സ് ടു ഗേൾസ് ഇൻ എ സ്കൂൾ 4:3 ഇഫ് ദർ ആർ 120 ബോയ്സ് ആൻഡ് ഹൗ മെനി ഗേൾസ് ആർ ദർ, ബോയ്സ് ആൻഡ് ഗേൾസ് അല്ലേ. ഓക്കെ, ദ റേഷ്യോ ഓഫ് ബോയ്സ് ടു ഗേൾസ് എന്താ 4:3, ബോയ്സിൽ 4ഉം ഗേൾസിൽ 3 അല്ലേ. അപ്പോൾ 120 ബോയ്സിന് എത്ര ഗേൾസ് ഉണ്ടെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്താ 120നോട് ഈ 4 ഡിവൈഡ് ചെയ്യുക അല്ലേ, എന്നിട്ട് എന്താക്കുക 3നോട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ 120 / 4 എത്ര, 30 × 3 എത്രയാണ് 19 ഗേൾസ് ആണ് കിട്ടുക കേട്ടോ. ഓക്കെ, 19 ഗേൾസ് 90 അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്, ടു മേക്ക് എ ഫ്രൂട്ട് സാലഡ് ദ റേഷ്യോ ഓഫ് ആപ്പിൾസ് ടു ബനാനാസ്, ആപ്പിളിൻ്റെയും ബനാനൻ്റെയും റേഷ്യോ 5:2, ആപ്പിളിൻ്റെ 5ഉം ബനാനൻ്റെ 2 ആണ് അല്ലേ. ഇഫ് യു ഹാവ് 25 ആപ്പിൾസ്, 25 ആപ്പിൾ ആണുള്ളെങ്കിൽ ഹൗ മെനി ബനാനാസ് ആർ നീഡഡ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 25നോട് ഈ ആപ്പിളിൻ്റെ അല്ലേ, അപ്പോൾ ആപ്പിളിൻ്റെ റേഷ്യോയുടെ 5 അല്ലേ, അപ്പോൾ ഈ 25നോട് ഈ 5 ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ 25നോട് 5 ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, 5 ആൻസർ കിട്ടും. കിട്ടിയ ആൻസറിനോട് എന്താക്കുക 2 മൾട്ടിപ്പിൾ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 5 × 2 10 അല്ലേ. അപ്പോൾ 10 ബനാനാസ് ആർ നീഡഡ് ഹിയർ അല്ലേ. എന്താ 10 അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താക്കുക 2/5നോട് മൾട്ടിപ്പിൾ ചെയ്താലും മതി കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, എ റെക്ടാങ്കുലർ ഗാർഡൻ ഹാസ് എ പെരിമീറ്റർ 48 meter, ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആർ ഇൻ ദ റേഷ്യോ 5:3, ഫൈൻഡ് ദ ഡയമെൻഷൻ ആൻഡ് കാൽക്കുലേറ്റ്സ് ഏരിയ. എന്താണ് അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കാണും വേണം ഏരിയ കണ്ടുപിടിക്കുകയും ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ പെരിമീറ്റർ ആണ് 48 meter. അപ്പോൾ പെരിമീറ്ററിൽ എന്താ 2 ലെങ്ത്തും 2 ബ്രെഡ്ത്തും കൂടി കൂട്ടിയിട്ടാണ് വരുന്നത് 48 എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താക്കണം, ആദ്യം 48നെ 2നോട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 24 കിട്ടും അല്ലേ. എന്നിട്ട് എന്താക്കുക, ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും റേഷ്യോ 5:3 അല്ലേ, ആ 5:3 എന്താക്കുക കൂട്ടുക, അപ്പോൾ 8 കിട്ടും അല്ലേ. അപ്പോൾ 24 ഡിവൈഡഡ് ബൈ, നമുക്ക് നേരത്തെ പെരിമീറ്ററിലെ ലെങ്ത്തും ബ്രെഡ്ത്തിലും പകുതി ഇതാക്കിയില്ലേ, പെരിമീറ്ററിൻ്റെ പകുതി ആക്കിയില്ലേ, 24 കിട്ടില്ല. ആ കിട്ടിയ ഉത്തരത്തിലൂടെ എന്താക്കുക, ഈ റേഷ്യോസ് കൂട്ടിയത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 48/5 5 + 3 8 അല്ലേ. അപ്പോൾ 48/8 എന്ന് പറയാൻ 6 ആണ് അല്ലേ. അപ്പം എന്താണ് 6 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ റേഷ്യോ 5:3 അല്ലേ. അപ്പോൾ ആ കിട്ടിയ ഉത്തരത്തിനോട് 6നോട് എന്താക്കുക 5നോട് മൾട്ടിപ്ലൈ ചെയ്യുക, 3നോട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 5 × 6 എത്രയാണ് 30, പിന്നെ 3 × 6 എത്രയാണ് 18 കിട്ടി. അപ്പം 13 കിട്ടി. ആൻഡ് എന്താണ് ബ്രെഡ്ത്ത് 18 കിട്ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ എന്താണ്, ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താണ് അല്ലേ. അപ്പോൾ 30 × 80 ചെയ്യുക കേട്ടോ. അപ്പോൾ 30 × 18 എന്താ നമുക്ക് കിട്ടിയ ആൻസർ, 30 × 18 കേട്ടോ. നോക്കൂ, ഇവിടെ 24/8 ആണ് വരുന്നത് റേഷ്യോയില്. ഇവിടെ നമ്മൾ എന്താ 48നെ നമ്മൾ പകുതിയാക്കാൻ പറഞ്ഞു. അപ്പോൾ 24 കിട്ടി. എന്നിട്ട് ഇതിൻ്റെ റേഷ്യോ കൂട്ടിയ 5 + 3 എത്ര 8 അല്ലേ. അപ്പോൾ 24/8 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 24/8 എന്ന് പറഞ്ഞാൽ 48/8 ആണ് എടുത്തത് അല്ലേ, 6 ആയി കിട്ടിയത് അല്ലേ. സോറി, ഇവിടെ 24/8 ആണ് വരുന്നത്. അപ്പോൾ 24/8 എന്ന് പറഞ്ഞാൽ എത്രയാണ് 3 ആണ് അല്ലേ.
ഓക്കെ. അപ്പോൾ നമുക്ക് എന്താക്കുക, കിട്ടിയ ഉത്തരത്തിനോട് ഈ 5നോട് മൾട്ടിപ്ലൈ ചെയ്യുക, 3നോട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. 5 × 3 15 ആണ്, 3 × 3 9 ആണ് അല്ലേ. അപ്പോൾ 15ഉം 9ഉം കിട്ടി അല്ലേ. അപ്പോൾ 15ഉം 9ഉം കിട്ടിയപ്പോൾ എന്താണ്, ലെങ്ത്ത് 15 ആണ്, ബ്രെഡ്ത്ത് 9ഉം കിട്ടി. ഇനി എന്താ, ഏരിയ കാണുമ്പോൾ എന്താണ് 50 × 9 ചെയ്യുക അല്ലേ. അപ്പം എന്താണ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്ന, 50 × 9 135 മീറ്റർ സ്ക്വയർ. തന്നിരിക്കുന്നത് മീറ്ററിലായതുകൊണ്ട് എന്താണ് 48 മീറ്റർ അല്ലേ. അപ്പോൾ നമ്മളെന്താ ഏരിയ മീറ്റർ സ്ക്വയറിലാക്കുക കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, റിബൺ ഈസ് കട്ട് ഇൻ ടു 3 പാർട്സ് ഇൻ ദ റേഷ്യോ 2:3:5 3 റേഷ്യോസ് ആയിട്ടല്ലേ. ഇഫ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ റിബൺ ഈസ് 30 മീറ്റർ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഈച്ച് പാർട്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, 3 പാർട്ടായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ലെങ്ത് 30 മീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ ലെങ്ത് ആണ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഈ 3 റേഷ്യോസും തമ്മിൽ അങ്ങ് കൂട്ടും അല്ലേ. എന്നിട്ട് തന്നിരിക്കുന്നതിന് എന്താക്കുക, ഡിവൈഡ് ചെയ്യും. അപ്പോൾ 2 + 3 + 5 എന്ന് പറഞ്ഞാൽ എത്രയാണ് 10 അല്ലേ. അപ്പോൾ 13നോട് ഈ 10 ഡിവൈഡ് ചെയ്യും. 13 ഡിവൈഡ് ബൈ 10 എത്രയാണ് 3 അല്ലേ. അപ്പോൾ കിട്ടിയ ഉത്തരത്തിലൂടെ എന്താക്കുക, ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 3 6. അപ്പോൾ 6 എന്ന് കിട്ടിയ ഒരു പാർട്ട്, 3 × 3 9 എന്ന് കിട്ടിയ ഒരു പാർട്ട്, 5 × 3 15 കിട്ടി. ഓക്കെ. അതാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ. ഒന്ന് 6 മീറ്റർ, ഒന്ന് 9 മീറ്റർ, 15 മീറ്റർ. ഓക്കെ. അപ്പോൾ ഇത്രയുള്ള നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. അപ്പോൾ നന്നായി പഠിക്കുക, ആൻസർ ചെയ്യുക, നന്നായി മാർക്കും വാങ്ങുക കേട്ടോ. ഓക്കെ. താങ്ക് യു.